അന്നിവിടെ പണം കൊണ്ടുവന്നത് അവരാണെന്നാണോ പറയുന്നേ? അതെ അമ്മേ, സച്ചേട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യ. ആ കൂട്ടുകാരന്റെ പേരെന്താണെന്ന് വല്ലതും പറഞ്ഞോ? അയ്യോ, ഞാൻ അത് ചോദിക്കാൻ മറന്നുപോയി. നല്ലയാളാ, നീ ഇത്രയ്ക്കൊരു മന്ദബുദ്ധിയായി പോയല്ലോ. അല്ല, എന്തായാലും അവരുടെ ഒരു ചർച്ച. എടാ, ഗൾഫിലുള്ള നിന്റെ കൂട്ടുകാരന്റെ ഭാര്യയല്ലേ അന്നിവിടെ പണം കൊണ്ടുവന്നേ? ആ കുട്ടി ഇന്ന് ഇവളുടെ ഓഫീസിൽ ചെന്നിരുന്നെന്ന്. കുറച്ചു നേരം മാത്രമേ ആയിഷ ചേച്ചിയോട് സംസാരിച്ചെങ്കിലും ഒരുപാട് നാളായിട്ട് പരിചയവും അടുപ്പവും ഒക്കെയുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനെ ഓർക്കാൻ പറ്റുന്നില്ലെന്നേ. നീ ആ കൂട്ടുകാരന്റെ പേര് ചോദിക്കാഞ്ഞത് കുറച്ച് കഷ്ടമായി പോയി. മറന്നുപോയി ഏട്ടാ. നീ ഒരു കാര്യം ചെയ്, അവരുടെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ നീ ഒന്ന് വിളിക്ക, ഞാൻ സംസാരിക്കാം. ആ, നമ്പറൊക്കെ രജിസ്റ്റർ ബുക്കിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചുതരാം. ബെല്ലുണ്ട്, സംസാരിച്ചോ. ഹലോ, ഇത് ആയിഷയല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് ആയിഷയുടെ ഫോൺ നമ്പർ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അല്ല, അവര് ഫോൺ കട്ട് ചെയ്തു. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. വേണ്ട, അവരെന്തെങ്കിലും തിരക്കിലായതുകൊണ്ടായിരിക്കും. പിന്നീട് വിളിച്ചു നോക്കാം. നീ ഇവിടെ മോനെ, ഞാൻ ചായ എടുക്കാം.